എൻ്റെ പേര് ജില. ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തമ്പലിക്കരയിൽ നിന്നും വരുന്നു. സെൻറ്റ് പോൾസ് ചർച്ച് മാനാഞ്ചേരിക്കുന്ന് ഇടവകാംഗമാണ്. ഞാൻ ഇവിടെ 2019 ഒക്ടോബർ 31 ഉടമ്പടി ആദ്യമായി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന്. ആദ്യമേ ഞാൻ മാതാവിനും തിരുക്കുമാരനും ഈശോയുടെ നാമത്തിൽ ദൈവപിതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഞാൻ ആദ്യ ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ചിരുന്ന ഒരു കാര്യം, എൻ്റെ കാലിൽ 30 വർഷമായിട്ട് ഒരു ഉണങ്ങാത്ത മുറിവുണ്ടായിരുന്നു. അതെത്ര മരുന്ന് കഴിച്ചിട്ടും ഇങ്ങനെ പൊട്ടിപ്പഴുത്ത് വെള്ളവും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് വേദനയും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. അതെനിക്ക് അലർജിയുടെ മരുന്ന് പല ഡോക്ടർമാരെ കാണിച്ച്, എന്നിട്ട് എനിക്കത് പൂർണ്ണമായി മാറണില്ല, ഒരു കുറവുമില്ല. ഓരോ ദിവസവും അത് കൂടി വരുന്നു എന്നല്ലാതെ അത് ഒട്ടും കുറയാനുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് ആദ്യ നിയോഗത്തിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉടമ്പടി തൈലവും ഉപ്പും അതിൽ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് മുറിവ് ഉണങ്ങാൻ തുടങ്ങി. അങ്ങനെ അത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ടത് ഉണങ്ങി. ഇപ്പം അതിൻ്റെ ഒരു പാട് പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എനിക്ക് ബസ്സിൽ കയറുമ്പോഴും, ഞാൻ ഒരു സ്കൂളിൽ അധ്യാപികയാണ്, അപ്പോൾ എനിക്ക് കുട്ടികളുടെ മുന്നിലായാലും കാലിങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇങ്ങനെ അതിങ്ങനെ മുറിവ് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി വീർത്ത് ഭയങ്കര വൃത്തികേടായിട്ട് എപ്പോഴും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് മാതാവ് ഈശോയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്ന് ഞാൻ പൂർണ്ണമായി അതെനിക്ക് സൗഖ്യം കിട്ടി. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും ദൈവപിതാവിനും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൽ ഞാനൊരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ മോള് 1 വർഷമായിട്ട് അവൾ കാനഡയിൽ പോകാനായിട്ട് ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ വിസ 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു മറുപടിയും ഇല്ല. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അവിടെ നിന്ന് ഒരു മറുപടിയും നമുക്ക് ലഭിക്കണില്ല. എന്താണ്, അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും പോയി. അപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ച്, ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു. അവൾ മാത്രം ഇങ്ങനെ പോകാൻ പറ്റാണ്ട് 1 വർഷത്തോളം അതിനെക്കുറിച്ച് റിജക്റ്റ് ആവുകയാണെങ്കിൽ റിജക്റ്റായി എന്ന് പറഞ്ഞ് നമുക്കത് അങ്ങനെ വിചാരിക്കാം. ഇപ്പോൾ ഒരു മറുപടിയും ഇല്ല. അങ്ങനെ 1 വർഷത്തോളം കാത്തിരുന്ന് അതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിലെൻ്റെ നിയോഗം വെച്ചിരുന്നു. നിയോഗം വെച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ വിസ വന്ന് അവൾക്ക് പുറത്തു പോയി ഉപരിപഠനത്തിന് സാധിച്ചു. അതിനും മാതാവെന്ന അനുഗ്രഹത്തിന് യേശുവിനും ദൈവപിതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ വേറെ ഒരു നിയോഗം, ഞാനത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പം ഞാൻ അതിലൊരു നിയോഗം വെച്ചിരുന്നത്, ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. അത് 15 വർഷമായിട്ട് വിൽപ്പന നടക്കാതെ കിടന്നിരുന്ന സ്ഥലമാണ്. ഒരുപാട് ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ് അവർ വരും, നോക്കും, പോകും, പക്ഷേ അതിന് വിൽപ്പന നടക്കണില്ല. പിന്നെ ഞാനിവിടുന്ന് ഉപ്പും മണ്ണും കൊണ്ടുപോയി അവിടെ ഇട്ട് പ്രാർത്ഥിച്ച്, മാതാവിനോട് പ്രാർത്ഥിച്ച് ആ നിയോഗത്തിൽ അത് ഞാൻ വെച്ചിരുന്നു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ ആ പറമ്പിൻ്റെ വിൽപ്പന നടന്ന്. അതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത്, രോഗികൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണവും വസ്ത്രവും ഇല്ലാത്തവർക്ക് ഞാൻ സ്കൂളിലായാലും കുട്ടികൾക്കും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ വസ്ത്രങ്ങളൊക്കെ നൽകാറുണ്ട്. പിന്നെ ഞാൻ അടുത്ത വീടുകളിൽ ഭക്ഷണമില്ലാത്തവർക്കൊക്കെ ഭക്ഷണം പൈസയായിട്ടും ഒക്കെ ഞാൻ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം ഞാൻ വീടുകൾ തോറുമാണ് കൊടുക്കണത്. പിന്നെ സ്കൂളിലും കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. ഇതര മതസ്ഥർക്കും നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ഉടമ്പടിയിലൂടെ ലഭിച്ചത്, ഞാൻ അനുദിനം ദിവ്യബലിയിൽ സംബന്ധിക്കാനായിട്ടുള്ളൊരു വലിയ അനുഗ്രഹം മാതാവ് തന്ന്. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, മുടങ്ങാതെ ദിവ്യബലിയിൽ സംബന്ധിക്കുക എന്നുള്ളത്. ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ദിവസവും ബൈബിൾ വായിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതും മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം അതിനൊരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നല്ലൊരു ധ്യാനം കൂടാനായിട്ട് സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയും ഞാൻ പറയണ്. ധ്യാനത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നല്ലോണം കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിനും അതുപോലെ ഒരുപാട് ആത്മീയമായി വളരാനും എനിക്ക് സാധിച്ചു. ഇതെല്ലാം മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും നന്ദി അർപ്പിക്കുന്നു. 65 സങ്കീർത്തനം 4 തിരുവചനം പറയുന്നു, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ.
ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നാം സംതൃപ്തരാകുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും അനുഭവിക്കുമെന്നുള്ള സന്ദേശമാണ് ഓരോ ഉടമ്പടിയിലും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ജില തോമസ് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ വേദനാജനകമായ ഒരുപാട് നിയോഗങ്ങളുമായി ഈ അൾത്താരയ്ക്ക് ചുറ്റും വന്ന് പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് 1 മാസത്തിനകം 30 വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ കാലിലെ ഒരു മുറിവ് എന്നും വളരെ വേദനയോടുകൂടി ഒരു സ്കൂൾ അധ്യാപിക പലപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ തൻ്റെ കുട്ടികളുടെയും സ്റ്റാഫിൻ്റെയും മുൻപിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വളരെയധികം വിഷമിച്ച 30 വർഷങ്ങളെക്കുറിച്ച് ഈ സഹോദരി ഇവിടെ സാക്ഷ്യം പറയുന്നു. 1 മാസം കൊണ്ട് ഇവിടുത്തെ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ ഈശോ അത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ 1 വർഷമായി തനിക്ക് തൻ്റെ മകൾക്ക് കാനഡ വിസ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച 2ാമത്തെ പുതുക്കലിൽ ആ വിസയ്ക്കുള്ള തടസ്സം മാറി മകളിപ്പോൾ കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോയെ കൂടെ കൊണ്ടുപോകുവാൻ തനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയാനായി, വിസ ലഭിച്ചതിന് നന്ദി പറയാനായി അൾത്താരയിൽ നിന്ന് കയറി നിൽക്കുകയാണ്. മകളോടൊപ്പം നമുക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടിയിൽ വളരെ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് വേഗതയുണ്ടാകുന്നു എന്ന് നമുക്കറിയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ സന്തോഷത്തോടെ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഉള്ള എല്ലാ റെക്കോർഡും ഈശോയ്ക്ക് നൽകി നമ്മുടെ റെക്കോർഡിൽ അമ്മ ഗ്രീൻ സൈൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഈശോ നമുക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് സാധിച്ചു തരുന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അതുപോലെ തന്നെ 15 വർഷമായിട്ട് ഇവർക്കൊരു വസ്തു വിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് പെട്ടെന്ന് ആ സ്ഥലം വിൽക്കുവാനും വളരെ വേഗം അവർക്ക് ആ സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് ചെയ്യുവാനും വേണ്ടി സാധിച്ചു എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനൊക്കെ ഉപരിയായി ഈശോയെ സ്നേഹിക്കുവാൻ ഇവർ ഉപയോഗിച്ച ഒരു രീതിയാണ് ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായി ഇവർ ചെയ്തത്. ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ പത്രങ്ങളും താനുമായി ബന്ധപ്പെട്ട താൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും ഈശോയെയും പരിശുദ്ധ അമ്മയെയും കുറിച്ച് കൃപാസനത്തിലെ എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി തങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർ അനേകരെ ഈ ആലയത്തിലേക്ക് ആകർഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവരെല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാനും വളരെ തൽപരതയോടെ പ്രവർത്തിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്ക് നാം ഓരോ ചെയ്യുമ്പോഴും ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. എത്രമാത്രം സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. സ്വർഗത്തിലേക്കുള്ളൊരു വലിയ നിധിയാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ആസ്തിയുണ്ടോ എന്ന് സ്വർഗത്തിലെത്തുന്നതിന് മുൻപ് നമുക്ക് ആസ്തിയുണ്ടോ എന്ന് നാം ഓരോ സമയവും നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ആസ്തി നമ്മുടെ ആധ്യാത്മിക സമ്പത്താണ്. നമുക്കത് നഷ്ടപ്പെടാതെ യാതൊരു ചിതലും ഉറുമ്പും തിന്നു പോകാതെ മറ്റാരും അത് നമ്മിൽ നിന്ന് യാതൊരു പ്രലോഭനത്തിലും തിന്മയിലും നാം വീണു പോകാതെ നമുക്കത് കാത്തു സൂക്ഷിച്ച് എല്ലാം ഈശോയുടെ ഇഷ്ടത്തോടു കൂടി, ഈശോയോടുള്ള വളരെ ഇഷ്ടത്തോടും ഈശോയെ പ്രാപിക്കുവാനുള്ള അനുഗ്രഹത്തോടും കൂടി നമുക്ക് ഈശോയെ ഈ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശോ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ജില തോമസിനും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.